നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ പുതിയ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഗ്രീൻ ഹൈഡ്രജൻ എക്കോസിസ്റ്റം. ഒരു വലിയ ഹൈഡ്രജൻ പ്ലാന്റിൽ തുടങ്ങി നമ്മുടെ വണ്ടികളിൽ ഇന്ധനം നിറയ്ക്കുന്ന പമ്പ് വരെ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ആലോചിച്ചു നോക്കിയേ. നിങ്ങളുടെ കാറിൽ ഗ്രീൻ ഹൈഡ്രജൻ അടിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടിവരും? വെറുതെ ഒരു പമ്പ് കൊണ്ടുപോയി വെച്ചാൽ മതിയോ? പോരാ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് തികച്ചും പുതിയൊരു എനർജി സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ. പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ സേഫ്റ്റി, അങ്ങനെ വലിയൊരു ലോജിസ്റ്റിക്കൽ പസിൽ തന്നെ ഇതിന് പിന്നിലുണ്ട്. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ജേണിയിൽ പ്രധാനമായും 5 കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. 1. ഇന്ത്യയുടെ ക്ലീൻ എനർജി പുഷ്. 2. പ്രൊഡക്ഷൻ കോസ്റ്റ് അഥവാ ഇതിന്റെ സാമ്പത്തിക വശം. 3. നഗരങ്ങളിലെ വിതരണം. 4. പമ്പുകളിലെ സ്റ്റാൻഡേർഡ്സ്. പിന്നെ അവസാനം ഉപഭോക്താക്കളെ എങ്ങനെ ശാക്തീകരിക്കുന്നു എന്നത്. ഓക്കേ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സെഷനിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ശുദ്ധമായ ഊർജ്ജത്തിലേക്കുള്ള കുതിപ്പ്. എന്താണ് ഇതിന്റെ ഒരു വലിയ പിക്ചർ എന്ന് നമുക്ക് നോക്കാം. 2070 ഈ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താന്നല്ലേ? 2070ഓടെ കാർബൺ എമിഷൻ പൂർണ്ണമായും ഇല്ലാതാക്കുക, അതായത് നെറ്റ് സീറോ അച്ചീവ് ചെയ്യുക എന്നതാണ് ഇന്ത്യയുടെ വളരെ വലിയൊരു ടാർഗറ്റ്. ഈയൊരു ലക്ഷ്യമാണ് ശരിക്കും ഗ്രീൻ ഹൈഡ്രജൻ പോലെയുള്ള പുതിയ ഇന്ധനങ്ങളെക്കുറിച്ച് ഇത്രയും സീരിയസായി ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ വർഷങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഫോസിൽ ഫ്യൂൽ സിസ്റ്റം ഒറ്റയടിക്ക് മാറ്റുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. പുതിയ പൈപ്പുകൾ ഇടുന്ന കാര്യം മാത്രമല്ല, ഒരു സിറ്റിയുടെ മൊത്തം സാമ്പത്തിക ശാസ്ത്രം കൂടി നമ്മൾ നോക്കണം. ഇതിനായിട്ട് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജിയുടെ ടൂളുകൾ ഉപയോഗിച്ചുള്ള വളരെ കൃത്യമായ ടെക്നോ ഇക്കണോമിക് അനാലിസിസിലൂടെയാണ് നഗരങ്ങളിൽ വരാൻ സാധ്യതയുള്ള പ്രാക്ടിക്കൽ പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരാം. ഉൽപ്പാദനത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം. ശരിക്കും ഈ ഗ്രീൻ ഹൈഡ്രജൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിനെത്ര ചെലവാകും എന്ന് നോക്കാം. ഇത് കേൾക്കുമ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാമെങ്കിലും സംഭവം വളരെ സിമ്പിളാണ്. പോളിമർ ഇലക്ട്രോലൈറ്റ് മെംബ്രെയിൻ അഥവാ PEM ഇലക്ട്രോലൈസിസ് എന്നാണ് ഈ പ്രോസസ്സിന് പറയുക. ആദ്യം തന്നെ സെല്ലിലേക്ക് വെള്ളം കൊടുക്കുന്നു, എന്നിട്ട് അതിലേക്ക് ബാഹ്യമായിട്ട് കറന്റ് പാസ് ചെയ്യുന്നു. അപ്പോൾ ആനോഡിൽ വെച്ച് വെള്ളം പ്രോട്ടോണുകളും ഓക്സിജനുമായിട്ട് പിരിയുന്നു. ഒടുവിൽ ഈ പ്രോട്ടോണുകൾ കാഥോഡിലെത്തുമ്പോൾ അവ പ്യുവർ ഹൈഡ്രജനായി മാറുന്നു. വളരെ സിമ്പിൾ ആൻഡ് ക്ലീൻ പ്രോസസ് അല്ലേ? ഇനി ഇതിന്റെ കോസ്റ്റ് നോക്കാം. H2A മോഡൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 1 കിലോഗ്രാം ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ടാക്കാൻ ഏകദേശം $5.31 ബേസിക് ചിലവ് വരുന്നത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് എന്തിനാണെന്നറിയാമോ? ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കുള്ള കറന്റ് ചാർജ് പോലെയുള്ള വേരിയബിൾ ഓപ്പറേറ്റിംഗ് ചിലവുകൾക്കാണ്. അതാണ് ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂട്ടുന്ന മെയിൻ ഫാക്ടർ. മൂന്നാമത്തെ സെക്ഷൻ, നഗരങ്ങളിലെ ഇന്ധന വിതരണം. ഹൈഡ്രജൻ ഉണ്ടാക്കി ഇനി ഇത് എങ്ങനെ തിരക്കുള്ളൊരു സിറ്റിയിലേക്ക് എത്തിക്കുമെന്ന് നോക്കാം. ഇതൊന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് ന്യൂഡൽഹി ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ഏകദേശം 573 സ്ക്വയർ മൈൽ വരുന്ന വലിയൊരു ഏരിയയാണല്ലോ അത്. ഇത്രയും തിങ്ങി നിറഞ്ഞൊരു നഗരത്തിൽ ഹൈഡ്രജൻ എത്തിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ HDSM അഥവാ ഹൈഡ്രജൻ ഡെലിവറി സിനാരിയോ അനാലിസിസ് മോഡൽ എന്നൊരു ഇന്റർനാഷണൽ ടൂളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ വിതരണ ചെലവുകൾ എങ്ങനെ മാറുന്നു എന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പമ്പുകളുടെ കപ്പാസിറ്റി കുറവാണെങ്കിൽ ഗ്യാസ് രൂപത്തിലുള്ളതിനേക്കാൾ ലിക്വിഡ് ഹൈഡ്രജന് വിതരണ ചെലവ് ഭയങ്കര കൂടുതലായിരിക്കും. കാരണം അതിനെ ലിക്വിഡാക്കി മാറ്റാൻ തന്നെ നല്ല ചെലവുണ്ട്. പക്ഷേ പമ്പിന്റെ കപ്പാസിറ്റി കൂടുന്തോറും ഈ 2 ചെലവുകളും ഏതാണ്ട് ഒരുപോലെയായി വരുന്നത് നമുക്ക് കാണാം. ഇതിൽ നിന്നുള്ള ഏറ്റവും ക്രൂഷ്യലായ കാര്യം ഇതാണ്: ഹൈഡ്രജൻ വണ്ടികളുടെ എണ്ണത്തേക്കാൾ ഉപരി പമ്പിൽ നിന്ന് ഒരു ദിവസം എത്രമാത്രം ഇന്ധനം കൊടുക്കുന്നു എന്നതാണ് ഇവിടുത്തെ മാന്ത്രിക താക്കോല്. ഡെയിലി ഒരു 2000 കിലോയൊക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ഡെലിവറി കോസ്റ്റ് പെട്ടെന്ന് കുറഞ്ഞ് 1 കിലോയ്ക്ക് വെറും $2 മുതൽ $4 വരെയാവും. അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സാധാരണ ഇന്ധനങ്ങളുടെ അതേ റേറ്റ്. അതൊരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. അടുത്തത് 4ാമത്തെ സെക്ഷൻ, പമ്പുകളിലെ മാനദണ്ഡങ്ങൾ. നമ്മൾ സാധാരണക്കാരുടെ കാര്യങ്ങളിലേക്കും നിയമങ്ങളിലേക്കുമാണ് ഇനി വരുന്നത്. ഇവിടെ ഭയങ്കര രസകരമായൊരു താരതമ്യമുണ്ട് കേട്ടോ. നെറ്റ് സീറോ എന്ന വലിയ ലക്ഷ്യത്തിലെത്താൻ ഒരു വശത്ത് പുതിയ പ്ലാന്റുകൾക്കും വിതരണ ശൃംഖലകൾക്കുമായി നമ്മൾ ശതകോടികളാണ് ചെലവാക്കുന്നത്. എന്നാൽ മറുവശത്ത് നമ്മൾ കൊടുക്കുന്ന കാശിന് കൃത്യമായ അളവിൽ തന്നെ ഹൈഡ്രജൻ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ വെറും 10,000 രൂപയാണ് ഒരു ഹൈഡ്രജൻ നോസിൽ പരിശോധിക്കുന്നതിനുള്ള ഫീസ്. കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റും അതേസമയം നമ്മളെ സംരക്ഷിക്കുന്ന വളരെ സൂക്ഷ്മമായ നിയമങ്ങളും ഒരേ സമയം ഒരുമിച്ച് പോവുകയാണിവിടെ.
ഇനി എന്താണ് ഈ OIML 639-1 സ്റ്റാൻഡേർഡ് എന്ന് നോക്കാം. പേര് കേട്ട് പേടിക്കണ്ട. കംപ്രസ് ചെയ്ത് ഗ്യാസ് കൊടുക്കുന്ന പമ്പുകളിലെ മെഷീനുകൾ യാതൊരു മിസ്റ്റേക്കും കൂടാതെ കൃത്യമായിട്ട് തന്നെ അളവ് കാണിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്ന ഇന്റർനാഷണൽ റൂൾസാണിത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ വലിയ ടെക്നിക്കൽ നിയമങ്ങൾ ശരിക്കും നമ്മുടെ പോക്കറ്റിലെ പൈസയാണ് സേവ് ചെയ്യുന്നത്. നമ്മുടെ അവസാനത്തെ സെക്ഷൻ, ഉപഭോക്താവിനെ ശാക്തീകരിക്കൽ. ഇത് നടപ്പിലാക്കാൻ ഗവൺമെന്റ് ഇതിലെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 23 ജനങ്ങൾക്ക് ഈ പുതിയ സിസ്റ്റത്തിൽ വിശ്വാസം വരണമെങ്കിൽ അളവുകൾ എപ്പോഴും കൃത്യമായിരിക്കണം, അല്ലേ? അതുകൊണ്ട് ലീഗൽ മെട്രോളജി നിയമങ്ങൾ ഗവൺമെന്റ് ഇപ്പൊ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അളവുകളും തൂക്കങ്ങളുമൊക്കെ പരിശോധിക്കുന്ന മൊത്തം 23 കാറ്റഗറികൾ ഇപ്പൊ ഗവൺമെന്റിന്റെ കർശനമായ നിരീക്ഷണത്തിലാണുള്ളത്. ഇതിന്റെ കൂടെ പുതുതായി ചില ഇന്ധന ഡിസ്പെൻസറുകൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് പുറമെ CNG, LPG, LNG, പിന്നെ നമ്മുടെ ഗ്രീൻ ഹൈഡ്രജനും ഇതിൽ വരും. അതായത് നിങ്ങളിപ്പോൾ പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ എത്രത്തോളം വിശ്വാസ്യതയുണ്ടോ അതേ വിശ്വാസ്യത ഈ പുതിയ ഹൈഡ്രജൻ പമ്പുകളിലും നമുക്കുറപ്പാക്കാം. ഇതോടൊപ്പം മറ്റൊരു വലിയ മാറ്റം കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഗവൺമെന്റ് അപ്രൂവ്ഡ് ടെസ്റ്റ് സെന്ററുകളായി, അതായത് GATC ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി 11 പ്രൈവറ്റ് കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ അടുത്തിടെ ഒഫീഷ്യലായി സർട്ടിഫിക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഗവൺമെന്റ് ഇങ്ങനെ പ്രൈവറ്റ് കമ്പനികളെ കൂടി ഇതിലേക്ക് കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഇങ്ങനെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് വരുമ്പോൾ ഇന്ത്യയുടെ ടെസ്റ്റിംഗ് കപ്പാസിറ്റി വലിയ തോതിൽ കൂടും. സംസ്ഥാന സർക്കാരുകളുടെ ഭാരം കുറയാനും ടെസ്റ്റിംഗ് വളരെ സ്പീഡാക്കാനും ഇത് സഹായിക്കും. ഒപ്പം കൂടുതൽ സുതാര്യതയും ആത്മനിർഭർ ഭാരത് എന്ന വലിയ ആശയവും ഇതിലൂടെ പ്രാക്ടിക്കലാവുകയാണ്. അപ്പോ പ്രൊഡക്ഷനിലെ സാമ്പത്തിക വശം മുതൽ പമ്പുകളിലെ നിയമങ്ങൾ വരെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. പോകുന്നതിന് മുൻപ് ഒരു കാര്യം ചോദിച്ചോട്ടെ. കോടിക്കണക്കിന് രൂപയുടെ ഈ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ മാറ്റങ്ങളും പമ്പുകളിലെ നോസിലുകളിൽ പോലും കൃത്യത ഉറപ്പാക്കുന്ന അദൃശ്യമായ ഈ റൂൾസുമൊക്കെ വരും കാലങ്ങളിൽ നിങ്ങളുടെ ഡെയിലി യാത്രകളെ എങ്ങനെയായിരിക്കും മാറ്റിമറിക്കാൻ പോകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. തീർച്ചയായും പരിസ്ഥിതി സൗഹൃദമായ ഒരു വലിയ മാറ്റം തന്നെയായിരിക്കും, അല്ലേ? ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് വിട്ടുതന്നുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടെയുണ്ടായിരുന്നതിന് വലിയൊരു നന്ദി.